ഇതെന്റെ അമ്മ, ഇതെന്റെ അച്ഛൻ. നമസ്കാരം. ഇരിക്കൂ. നമ്മുടെ നാട്ടിലെ ശുദ്ധജല തടാകത്തിനുള്ള ഫണ്ട് ഗവൺമെന്റിൽ നിന്ന് സാങ്ഷൻ ആയിട്ടുണ്ട്. അടുത്ത ആഴ്ച തന്നെ നമുക്ക് പണി തുടങ്ങാം. എനിക്ക് വളരെ സന്തോഷമായി. നിങ്ങൾ ചെയ്ത ഈ സഹായത്തിന് ഈ നാട്ടുകാരുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. പറഞ്ഞയച്ചിരുന്നെങ്കിൽ ഞാൻ ഓഫീസിലേക്ക് വരുമായിരുന്നല്ലോ. മിനിഞ്ഞാന്ന് മോൻ നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോ നിങ്ങളുടെ മോളെ കണ്ടിരുന്നു. ഞങ്ങളുടെ ഒരേ ഒരു മകനായത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങളുടെ മകളെ ഞങ്ങളുടെ വീട്ടിലെ മരുമകളായിട്ട് അയക്കാൻ മനസ്സ് കാണിച്ചാ ഞങ്ങൾക്ക് മകളില്ലെന്നൊരു കുറവെന്ന നികത്തായിരുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു, പക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിക്കുമല്ലോ എന്ന് കരുതി ചോദിക്കാതിരുന്നത്. അയ്യോ, ഇതിലെന്ത് വിചാരിക്കാനുള്ളത്? നിങ്ങളുടെ മരുമകനാകാൻ എന്റെ മകനാണ് ഭാഗ്യമുള്ളത്. അങ്ങനെയല്ല, എന്റെ മകളുടെ ഭാഗ്യമാണിത്. മോളോടും കൂടി ഒരു വാക്ക് ചോദിച്ചാല് ആ ജോലിയും തീർന്നു പെങ്ങളെ. എന്റെ മകൾക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. ഹലോ, എന്തുവാടാ ചെയ്യുന്നേ? ഒന്നുമില്ലടി, ടി വി കണ്ടിട്ട് കഴിച്ചോണ്ടിരിക്കുക. അല്ല, നീ എന്താ ചെയ്യുന്നേ? വീട്ടിലെ അമ്മ, പുഷ്പ, ദാസന ആരുമില്ല, വെറുതെ ഇരിക്കുക. ഇങ്ങനെ ഒറ്റയ്ക്ക് വെറുതെ ഇരിക്കുന്ന സമയം ടി വി കണ്ടോടെ, കുറച്ച് എന്റർടൈനിങ് ആവൂലേ? വീട്ടിലെ അമ്മ, പുഷ്പ, ദാസന ആരും ഇല്ലാന്ന് ടി വി എങ്ങനെ കാണാനാ? അങ്ങനെയാണെങ്കിൽ ഇരുന്ന് പഠിച്ചൂടെ? എടാ മണ്ട, വീട്ടിൽ അമ്മയും പുഷ്പയും ദാസനയും ഇല്ലാന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ? എന്റെ വീട്ടിൽ അമ്മയും അച്ഛനും ആരില്ലെന്ന് പറഞ്ഞാ ഞാൻ വന്ന് ചെന്ന് മൊത്തം വീട് അടിച്ചുവാരി തരണോടെ നിനക്ക്? എടാ മന്ദമതി, നീ ഫോൺ വെക്ക്. എന്താടാ അത്? വീട്ടിൽ ആരില്ലെന്ന് പറഞ്ഞ് ഫോൺ വിളിച്ച ഞാൻ എന്ത് ചെയ്യാനാ? അമ്മയും അച്ഛനും ദാസേട്ടനും ഇല്ലാന്ന് പറഞ്ഞിട്ട് നിനക്കൊന്നും തോന്നുന്നില്ലേ? എന്ത് തോന്നാൻ? നീ ഏത് ജനറേഷനിലാടാ ജനിച്ചേ? എടാ, എന്താ, എന്തിനാ വന്നേ? അത് വീട്ടിൽ അമ്മയും പുഷ്പയും ദാസേട്ടനും ആരും ഇല്ലല്ലോ. എന്തിനാ ഇപ്പൊ അടുത്തേക്ക് വരുന്നേ? അത് അമ്മയും പുഷ്പയും ദാസേട്ടനും ആരും ഇല്ലല്ലോ. ആ, അതിന് അതിന് അമ്മയും പുഷ്പയും ദാസേട്ടനും ആരും ഇല്ലല്ലോ. മോളെ മഹാലക്ഷ്മി. എന്താ സാർ ഈ സമയത്ത് ഇവിടെ വന്നിരിക്കുന്നത്? പാർട്ടി ഒന്നും ഇല്ലേ പുഷ്പേ? ഉണ്ട്. നാച്ചേരമ്മ വന്ന ഉടനെ നല്ല പാർട്ടി കിട്ടും, അടിയുള്ള പാർട്ടി. വിശക്കുന്നെന്ന് പറഞ്ഞു വന്നതാ. അല്ല, നീ എന്താ തിരിച്ചു വന്നേ? ഒന്നുമില്ല മോളെ, ഞാൻ പോകുന്ന വഴിക്ക് ആ സുധച്ചേച്ചിയുടെ വീട്ടിലെ മുല്ലച്ചെടി താഴെ വീണ് കിടന്നു. ആ പൂക്കളെടുത്ത് കെട്ടിക്കൊണ്ട് വന്നു. വെച്ചോളൂ, നന്നായിരിക്കും. ഞാൻ പോയിട്ട് വരാവേ. ഹലോ ബൂട്ട് കട്ട്, പോകുന്നില്ലേ? ഞാൻ പോയിക്കോളാം. തെരുന്നതിനെ പിടിക്കുന്ന വണ്ടി വരുന്നുണ്ടെന്ന് കേട്ടു. അവരെ നിന്നെ പിടിക്കാതെ നോക്കണം, സൂക്ഷിച്ചു പോ. അയ്യോ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നിന്നെയല്ലേ ആദ്യം പിടിക്കേണ്ടിയിരുന്നത്. എത്രയും പെട്ടെന്ന് ആവശ്യമുള്ള കൊടുത്തങ്ങ് പറഞ്ഞു വിട്ടേക്ക്. നീ ഒരു സാരി എടുത്തിട്ട് ഈ മുല്ലപ്പൂ വെച്ചോണ്ട് വന്നാണ്ടല്ലോ, ഒരു തവണയെങ്കിലും കാണാൻ ആഗ്രഹമുണ്ട്. ഉവ്വ, ആഗ്രഹം കൊള്ളാം. അന്ന് ശ്രീ സാരി കൊടുത്തോണ്ട് വന്നപ്പോ കണ്ണും തള്ളി നിൽക്കായിരുന്നില്ലേ? അവൾ അല്ലെങ്കിൽ സാരി കിട്ടിയ സുന്ദരിയാ. പക്ഷെ നീ സാരി എടുത്താലോ, വൺ ആൻഡ് ഓൺലി ബ്യൂട്ടി. എന്തോന്ന്? അതന്നെയാ, പെൺകുട്ടികൾ സാരി ഇടുമ്പോഴൊരു ഒരു പ്രത്യേക ഭംഗിയാ. പക്ഷേ ഈ സൗന്ദര്യത്തിന് സാരി എടുത്താലേ നിന്നെ പോലെ ഉണ്ടാവും. അമ്മ, നാച്ചേരമ്മ. അമ്മ, നീ ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ എന്റെ വീട്ടിലെത്തിയമ്മ. വേഗം എന്റെ വീട്ടിലേക്ക് ചെന്ന് എന്തെങ്കിലും മധുരം ഉണ്ടാക്ക്. മഹയോടൊരു നല്ല കാര്യം അറിയിക്കാനുണ്ട്. ശരി അമ്മ. അമ്മ എവിടെ എത്തിയമ്മ? ഞാൻ എത്താറായി. ആണോ? ശരി അമ്മ, സൂക്ഷിച്ചു വരൂ. വയ്ക്കട്ടെ അമ്മ. ബാലരാജു, അമ്മ.
ചേച്ചി അല്ല, എന്റെ ഫോൺ എടുക്കാൻ വന്നതാ. അമ്മേ, എനിക്ക് അമ്മയോട് സംസാരിക്കണം. നീ എന്നോടൊന്നും പറയണ്ട. കളക്ടറുമായിട്ടുള്ള നിന്റെ വിവാഹം നിശ്ചയിച്ചു. എത്രയും പെട്ടെന്ന് കല്യാണം നടക്കും. എനിക്ക് ബാലരാജനെ ഇഷ്ടമാണ്. അന്ന് കളക്ടറെ കല്യാണം കഴിക്കുമെന്ന് ചോദിച്ചപ്പോ അമ്മയുടെ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞേ? അന്ന് ഞാനത് തിരിച്ചറിഞ്ഞില്ല അമ്മേ. ഈ അടുത്തായിട്ട് ഞാനത് തിരിച്ചറിഞ്ഞത്. ഇന്നലെ വന്നവനൊക്കെ നാളെ തിരിച്ചു പോവും. അങ്ങനെ മറക്കാൻ പറ്റുന്ന ഒന്നല്ല അമ്മേ. എന്നാ ഞാൻ അവനോട് പറയാം, അവൻ തന്നെ നിന്നെ മറക്കും. അവ മറന്നാലും ഞാൻ മറക്കില്ല. മനസ്സ് നിറയെ അവനാ. ഞാൻ വാക്ക് കൊടുത്തു കഴിഞ്ഞു. നീ എന്ത് കണ്ടിട്ട് അവനെ സ്നേഹിക്കുന്നേ? അവനൊരു ചെല്ലക്കാശാണ്. നാട്ടുകാരോട് ചോദിച്ചു നോക്ക്. അതും വേണ്ട, അവന്റെ അച്ഛനമ്മമാരോട് ചോദിക്ക്. ദാസേട്ടാ, വരൂ. എന്തു പറ്റി ദാസേട്ടാ? എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. അതിഥിയായിട്ട് വരാൻ പറഞ്ഞപ്പോ വീട്ടിന്റെ ഉടമസ്ഥനായിട്ട് വരാ. ആ എന്താടാ? ആ വരൂ. എടാ വാ നടക്ക്. എന്താടാ നീ എന്താ ചെയ്തത്? ഈ വീട്ടിൽ തന്നെ കൈവച്ചോ? നീ കാരണം എന്തൊക്കെ ഞാൻ ചേർന്ന് പ്രശ്നങ്ങളാണ്. നമസ്കാരം അമ്മേ. ഇരിക്കൂ. വാ വാ, ഇരിക്കെ. എടാ എണീക്കടാ. എണീക്കടാ. എടാ ഒന്ന് എണീറ്റ് മാറി നിൽക്കേ. സാരമില്ല, ഇരുന്നോളൂ. ക്ഷമിക്കണം അമ്മേ. ഇരിക്കൂ. ആ ആ ആ ആ. കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരട്ടെ? അയ്യോ അതൊന്നും വേണ്ട.